15 വർഷമായി വെടിക്കെട്ട് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന മുണ്ടത്തിക്കോട് സതീശൻ അച്ഛന്റെ പാത പിന്തുടർന്നാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. 3 വർഷമായി തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതലക്കാരനായിരുന്നു സതീശൻ. പൂരപ്രേമികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത പേരായിരുന്നു മുണ്ടത്തിക്കോട് സതീശൻ. 13 കൊല്ലായി ഞാൻ തൃശ്ശൂരിനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അച്ഛൻ 5 ഞാൻ 8 കൊല്ലം. 13 വർഷം ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് 13ാമത്തെ കൊല്ലാണ്. വർണ്ണം ഒപ്പം സൗണ്ട് ഗാംഭീര്യം കൂടി ചെയ്യാനാണ് പ്രാവശ്യം ഉദ്ദേശം. ഒരിറ്റ് ജീവനോടെയെങ്കിലും സതീശനെ തിരികെ കിട്ടണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു കുടുംബം. ആകാശപൂരത്തിന് വർണ്ണവിസ്മയം തീർക്കാൻ സതീശൻ മുണ്ടത്തിക്കോടിനെ പഠിപ്പിച്ചത് അച്ഛൻ മണിയായിരുന്നു. അച്ഛനോടൊപ്പം തുടങ്ങിയത് പിന്നെ സ്വന്തം മേൽവിലാസമാക്കി. പൂരപ്രേമികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത പേരായി മുണ്ടത്തിക്കോട് സതീശൻ. 3 വർഷമായി തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന്റെ ചുമതല വഹിക്കാൻ തുടങ്ങിയിട്ട്. ഒരേ സമയം തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും വെടിക്കെട്ട് ചുമതല വഹിച്ച ചരിത്രം സതീശന് മാത്രം സ്വന്തം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സതീശൻ കടന്നുപോയിരുന്നത്. എങ്കിലും പൂരപ്രേമികളുടെ മനസ്സു നിറയ്ക്കാൻ വർണ്ണങ്ങൾ ഒരുക്കുമ്പോൾ ആ ആവലാതികളൊന്നും പുറത്തു കാണിക്കാറില്ല. തൃശൂർ പൂരത്തിനു പുറമെ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ മിക്ക പൂരങ്ങൾക്കും വെടിക്കെട്ടൊരുക്കാൻ സതീശനെത്തുമായിരുന്നു. ദുരന്തം തീമഴയായി ആകാശത്ത് വിരിഞ്ഞപ്പോൾ സതീശന് ഏൽക്കേണ്ടി വന്നത് 90% പൊള്ളലുകൾ. ഇന്നുച്ചയോടെ എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കി സതീശൻ മടങ്ങി. ശ്രീകുമാരൻ, 24, തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.